ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. യോസെഫിന് വിവാഹനിശ്ചയം ചെയ്ത കന്യക മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. യോസെഫ് തൻ്റെ മകന് യേശു എന്ന് പേരിട്ടു. അവൻ രക്ഷിതാവാകുന്നു, അവൻ നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നു. പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്. മഹാദൈവമായിരുന്നവൻ മണ്ണിൽ മനുഷ്യനായി അവതരിച്ചു. സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് മനുഷ്യൻ്റെ പാപഭാരം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തു യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപമോചനം കൊടുക്കുന്നു, ദൈവത്തിൻ്റെ മക്കളായി തീർക്കുന്നു, സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുന്നു. വിശ്വാസത്താൽ നിങ്ങളും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ.